പെരുമ്പാവൂരിൽ തൂഫാൻ അടിച്ചോ? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഈ മാസ് കമന്റ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതര സംസ്ഥാനക്കാർ അഴിഞ്ഞാടുന്ന പെരുമ്പാവൂരിൽ പോലീസ് നടത്തിയ റെയ്ഡിൻ്റെ വീഡിയോയ്ക്ക് താഴെയാണ് മന്ത്രിയുടെ കമന്റ്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലാണ് ലഹരി വിതരണക്കാരെയും ലഹരി ഉപയോഗിക്കുന്നവരെയും പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാനിൽ സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ദിവസം 233 പേരെ അറസ്റ്റ് ചെയ്തു. ഇതോടെ ആകെ അറസ്റ്റ് 1559 1442 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പെരുമ്പാവൂർ നഗരത്തിലെ മാർക്കറ്റിലും ബസ് സ്റ്റാൻഡിലും ബസ്സിനുള്ളിൽ പോലും പോലീസ് പരിശോധന തുടങ്ങിയത്. ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെ ഇറക്കിയുള്ള ലഹരിവേട്ടയ്ക്ക് പെരുമ്പാവൂർ ASPയാണ് നേതൃത്വം നൽകുന്നത്. ലഹരി മരുന്നുകൾ കൈവശം വെച്ചവരെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഇൻസ്റ്റാഗ്രാം റീൽ വൈറലായതോടെ ആഭ്യന്തരമന്ത്രിയുടെ കമന്റ് പെരുമ്പാവൂർ തൂഫാൻ അടിച്ചോ? പരിശോധനയിൽ 11 ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് കഞ്ചാവ് ഉൾപ്പെടെ ലഹരി വസ്തുക്കളും പിടികൂടി. പൊതുസ്ഥലത്ത് ലഹരി കുത്തിവയ്ക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം 2 പേർ പിടിയിലായിരുന്നു. പൊതുജന പങ്കാളിത്തത്തോടെ വരും ദിവസങ്ങളിലും ലഹരിവേട്ട തുടരാനാണ് പോലീസിന്റെ തീരുമാനം. കാർ മാർഗം അസമിൽ നിന്ന് കേരളത്തിലെത്തിച്ച 333 ഗ്രാം ബ്രൗൺ ഷുഗറുമായി 3 അസം സ്വദേശികൾ മലപ്പുറത്ത് പിടിയിലായി. അസം മോറിഗാവ് സ്വദേശി സദ്ദാം ഹുസൈൻ, നഗോൺ സ്വദേശി റഷീദുൽ ഇസ്ലാം, നാഗോൺ സൽമാര സ്വദേശി ഇസാസുൽ ഹഖ് എന്നിവരാണ് വളാഞ്ചേരി കൊട്ടാരത്ത് നിന്ന് പിടിയിലായത്. റോഡ് മാർഗം ലഹരി എത്തുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. മലപ്പുറം ജില്ലയിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ബ്രൗൺ ഷുഗർ വേട്ടകളിൽ ഒന്നാണിത്. കൊട്ടാരം എന്ന സ്ഥലത്ത് വെച്ച് കാണുകയും നമ്മളത് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും ചെയ്തത്. അപ്പോൾ അതിലവർ ഈ മയക്കുമരുന്ന് കടത്താൻ വേണ്ടി ഉപയോഗിച്ചത് അവരുടെ വാഹനത്തിൻ്റെ മുൻപിൽ ബോണറ്റിൻ്റെ സമീപത്ത് തൊട്ട് താഴെയായിട്ട് ചേസസിൻ്റെ ഒരു പൈപ്പ്, സ്ക്വയർ പൈപ്പ് പോലത്തെ 2 സൈഡിലും ഇതുണ്ട്. അത് കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ നമ്മുടെ സോപ്പ് പെട്ടിക്കകത്തായിട്ട് പാക്ക് ചെയ്ത ഒരു 15 പാക്ക് വൺ സൈഡിൽ, 15 പാക്കറ്റ് അതർ സൈഡിൽ വെച്ചിട്ടാണ് ഇവരത് കൊണ്ടുവന്നത്. കാസർഗോഡ് 4ഇടങ്ങളിൽ നിന്നായി 98 ഗ്രാം MDMAയുമായി 4 പേർ പിടിയിലായി. ലഹരി വിൽപ്പന നടത്തിയതിന് ലഭിച്ച പണവും വാഹനങ്ങളും ഡിജിറ്റൽ ത്രാസുകളും പോലീസ് പിടിച്ചെടുത്തു. ബദിയടുക്കയിൽ പുത്തിക എടനാട് സ്വദേശി കാക്ക ഹനീഫ എന്ന മുഹമ്മദ് ഹനീഫ, കുമ്പളയിൽ അങ്ങാടിമുഖർ സ്വദേശി ഷബീർ അലി, ബേക്കലിൽ പള്ളിക്കര കല്ലിങ്ങൽ സ്വദേശി ഷാഹുൽ ഹമീദ് കെ, കാസർഗോഡ് കസബയിൽ അബ്ദുൽ നാസിർ എന്നിവരാണ് പിടിയിലായത്. കൊല്ലം കുണ്ടറ പൂട്ടാണിമുക്കിൽ റോഡരികിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. 13 കഞ്ചാവ് ചെടികളാണ് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘം കണ്ടെത്തി നശിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാനിൽ ഇതുവരെ സംസ്ഥാനത്ത് 1559 പേരാണ് അറസ്റ്റിലായത്. 1 കിലോയിലധികം MDMA, 111 കിലോ കഞ്ചാവ് എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.